ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എതിരായി നടി രഞ്ജിനി നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു. സാലി ചേരുന്നു. സാലി, ആദ്യഘട്ടത്തിൽ ഈ സജിമോൻ പാറയിൽ കോടതിയെ സമീപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾ കോടതി നടപടികളുമായി പോയി. പക്ഷേ കോടതി റിപ്പോർട്ട് പുറത്തുവിടാൻ അനുവദിക്കുന്നു. വീണ്ടും രണ്ടാമതൊരാൾ ആ ഉത്തരവ് വന്നതിന് ശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നു. വീണ്ടും ഹൈക്കോടതി ആ ആവശ്യം നിരസിക്കുന്നു. ഇത് ഏതാണ്ട് പുറത്തുവിടാനുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നു. ഇനിയും ഈ തരത്തിലുള്ള ഹർജികൾ തുടർച്ചയായി വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയുമോ സാലി? ഹർജിക്ക് സാധ്യതയില്ല. കാരണം ഇത് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളി ഒരു ഉത്തരവെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ രഞ്ജിനിയുടെ കാര്യത്തിൽ രഞ്ജിനിക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു ഇളവ് ഇതിൽ ലഭിക്കുമോ എന്നുള്ളത് മാത്രം വേണമെങ്കിൽ രഞ്ജിനിക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് തീരുമാനിക്കാം. അല്ലാതെ ഈ റിപ്പോർട്ട് അപ്പാടെ പുറത്തുവിടുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് തന്നെയാണ്. രഞ്ജിനിക്ക് പേഴ്സണലായി എന്തെങ്കിലും ഒരു പ്രയർ കോടതിയുടെ മുമ്പാകെ അല്ലെങ്കിൽ സർക്കാരിന് മുമ്പാകെയോ കമ്മിറ്റിക്ക് മുമ്പാകെയോ വെക്കാനുണ്ടെങ്കിൽ അത് പ്രയറായി സിംഗിൾ ബെഞ്ച് മുഖേന വെക്കാം. സിംഗിൾ ബെഞ്ച് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. അതിനപ്പുറത്തേക്ക് യാതൊരു നിയന്ത്രണവും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ചുരുക്കത്തിൽ എന്താണോ ഇക്കാര്യത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ലൈൻ അത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിന്റെയും തീരുമാനം. അതിനർത്ഥം ഇനി എപ്പോൾ വേണമെങ്കിലും ഈ റിപ്പോർട്ട് പുറത്തുവിടാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ്. സർക്കാർ അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം ഉടനെ എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രഞ്ജിനിയുടെ അപ്പീൽ മുൻപിൽ വന്നതിന് ശേഷം പെട്ടെന്ന് പുറത്തുവിടാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം സാധാരണ കോടതിയിൽ അതാണ് ഏതൊരു സർക്കാരും ചെയ്യുന്ന ഒരു കീഴ്വഴക്കം. അതാണ് ഒരു കേസിൽ ഒരു സംഭവത്തിൽ തീരുമാനം എടുത്തു, അതിന്മേൽ ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ നമ്പരിട്ട് വന്നാൽ പിന്നിൽ അതിന്മേലൊരു തീരുമാനം മറിച്ചൊരു തീരുമാനം സർക്കാർ എടുക്കില്ല, കോടതി തീരുമാനം വരുന്നവരെ. അതിനുവേണ്ടി സർക്കാർ വെയിറ്റ് ചെയ്തു. അത് ഏതൊരു സർക്കാരും ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് ഇന്ന് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ സർക്കാരും ചെയ്തത്, നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് ചെയ്തത്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തടസ്സം നീങ്ങിയിരിക്കുന്നു. എന്താണ് അപ്പീൽ കോടതിയിന്മേൽ വരുന്ന തീരുമാനം എന്ന് ഉള്ളത് മാത്രമാണ് വെയിറ്റ് ചെയ്തത് സർക്കാർ. അതിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. രഞ്ജിനിയുടെ തടസ്സ ഹർജി തള്ളി, അതായത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കുന്നു. ഇനി ഇത് പുറത്തുവിടുന്നതിന് തടസ്സമില്ല. രഞ്ജിനിക്ക് എന്തെങ്കിലും ഹർജിക്കാരിക്ക് വ്യക്തിപരമായി എന്തെങ്കിലും പ്രയർ ഉണ്ടെങ്കിൽ അത് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് ആവശ്യപ്പെടാം. അത് മറ്റൊന്നിനും തടസ്സമാവില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. അതിനർത്ഥം സിംഗിൾ ബെഞ്ച് എന്താണോ തീരുമാനിച്ചത് അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് അറിയുന്നത് പോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്ന വിവരാവകാശ കമ്മീഷന്റെ തീരുമാനം വരുന്നു. അതിനെതിരെ സജിമോൻ പാറയിൽ നിന്ന് നിർമ്മാതാവ് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് വിശദമായി വാദം കേൾക്കുന്നു. അതിന്മേൽ കോടതി സിംഗിൾ ബെഞ്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തടസ്സമില്ല, പുറത്തു വിടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ ലൈൻ. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടാൻ അത് ഉപകരിക്കും.